60,000 തായേ. ഞാൻ പോയാൽ മോശമാവൂ. 5300 രൂപയുണ്ട്. ഇത് ലാഭം മാത്രമാ, മുതലെപ്പോഴും അവിടെ കിടക്കുക. നമുക്കൊന്നും 500 രൂപ. എടാ ഇത് നിന്റെ വട്ടച്ചെലവിന് തന്നതേ ഉള്ളു. കൊടുങ്കാവളയിൽ പോകുമ്പോൾ നിനക്ക് ഞാൻ നല്ലൊരു തുക തന്നേക്കുന്നുണ്ട്. പോരെ? ഓ എനിക്ക് എന്തിനടാ ഈ ലാഭമൊക്കെ, എല്ലാം എൻ്റെ കൊച്ചുങ്ങൾക്കുള്ളതാ. പിന്നെ മുത്തിൻ്റെ കല്യാണത്തിന് എനിക്ക് വല്ലതും കൊടുക്കണം, നല്ലൂൻ്റെയും സയ്യൂൻ്റെയും പഠിത്തത്തിന് ചിലവാക്കണം. അങ്ങനെ എത്ര കാര്യം കിടക്കുന്ന എല്ലാം അവർക്ക് തന്നെ. ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിൻ വർക്ക്. അല്ല നീ ഇതുവരെ പോയില്ലേ? എവിടെയെങ്കിലും ആ സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ പോകത്തില്ലായിരുന്നു അമ്മ. കനാമച്ചമ്മ വന്നിട്ടുണ്ട്, അമ്മ പ്രത്യേകം തിരക്കി. കേട്ടടാ, എന്താ തങ്കത്തിനാകെ സംശയമാണ് ഞാൻ നിനക്ക് പൈസ തന്നെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഉറപ്പായിട്ട് തക്കുട ഓടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ, പിന്നെ അല്ലാതെ ആര് പറയാൻ. പിന്നെ തങ്കം ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, നിന്റെ കയ്യിൽ ഞാൻ ഗുളിക വാങ്ങിക്കാൻ തന്ന പൈസയാണെന്ന്. നീ എന്റെ കയ്യിൽ തന്ന പൈസ ഗുളിക വാങ്ങിച്ചതിന്റെ ബാക്കി പൈസയാണെന്ന് പറയണം കേട്ടാ. അതെ, ഈ ചെറിയ പൈസ ഇട്ട ചെറിയ ലാഭം നമുക്ക് കിട്ടും. വലിയൊരു തുക ഇട്ടാണല്ലോ അവിടെ ലാഭം വരും. ഒരു കാര്യം ചെയ്യണ്ട, ഞാൻ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 60,000 രൂപ ബാക്കി കിടപ്പുണ്ട്. നാളെ രാവിലെ തന്നെ നമുക്ക് പോയി അതും കൂടി എടുക്കണം. എടാ അതല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യമേ എന്നോട് പറയാൻ പാടില്ലേ, പൈസ തന്നോന്ന് എന്നോട് പറയാൻ പാടില്ലേ. അതും പോട്ടെ, ഈ റൊണാൾഡില്ലേ, റൊണാൾഡ് അമ്മയ്ക്ക് കുറെ പൈസ കൊടുത്തെന്ന്. തങ്കച്ചേട്ടത്തി ഇവിടെ വയ്ക്കുമായിരുന്നോ? അമ്മ തിരക്കുന്ന തേയിലവെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാം. ചോദിക്കേ അതെ, നിനക്ക് നമ്മ പൈസ വന്നായിരുന്നോ? കണ്ടോ? എന്തിന്? മരുന്ന് മേടിക്കാൻ. എന്നാ പോട്ടെ, നീ അമ്മയ്ക്ക് പൈസ കൊടുത്തായിരുന്നോ? അതെന്തിനാ? ഗുളിക അടിച്ചെന്റെ ബാക്കി. അല്ല കൊറേ പൈസ ഉണ്ടായിരുന്നാ പറഞ്ഞത്. അമ്മ 500 രൂപ തന്നു, 70 രൂപ ഗുളികയ്ക്കായി, ബാക്കി 430 രൂപ അയാടെ ഉള്ള ചില്ലറയുടെ പറക്കി തന്നു. അത് എത്ര കുറ കൊണ്ട് കൊടുത്തു. എന്താ വെള്ളം തെറിക്കല്ലേ? കനക, അവൻ പറഞ്ഞത് ഉണയല്ലേ? അമ്മയ്ക്ക് ഗുളിക മേടിക്കാൻ അമ്മ പൈസ കൊടുത്തിട്ട് അതിന്റെ ബാക്കി കിട്ടണമെങ്കിൽ അമ്മയ്ക്ക് ആദ്യം ഗുളിക മേടിക്കാൻ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. പോ. അമ്മയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ, എന്താ കുഴപ്പമുണ്ട്. കുഴപ്പം തന്നെ. എടാ നിനക്ക് എന്താണ് ഇപ്പൊ പൈസക്ക് ഇത്ര വലിയ അത്യാവശ്യം? എത്ര രൂപ? 10,000. എടാ പൈസ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇന്നും നാളെ ഒന്നും നടക്കത്തില്ല. ഞാൻ കൊണ്ടായിരുന്ന പൈസ ഞാൻ വേറൊരു ആവശ്യത്തിന് അങ്ങോട്ട് എടുത്ത് കൊടുത്ത്. എടാ പൈസ കയ്യിലുണ്ടെന്ന്, നീ വിഷമിക്കണ്ട. നീ തൽക്കാലം ഇന്നാ നാളെ വേണമെങ്കിൽ ആരെന്തെങ്കിലും ഒന്നോട്ട് മറിച്ചാലേ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കൊക്കെ ഞാൻ തരാം. അല്ല അവന് അത്യാവശ്യം എന്ത്? അല്ല അതിപ്പോ അമ്മ ഇപ്പൊ അത് കയറി കേൾക്കണ്ടായിരുന്നല്ലോ. പിന്നെ കേൾക്കാതെ അവന്റെ ചീരത്തോട്ടം നശിച്ചു പോകത്തില്ലേ? അവനെന്ത് പാടുപെട്ട് പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരുന്ന ചീരത്തോട്ടമാണ്. വെള്ളം കൊടുക്കാൻ വേണ്ടേ? പൈസ വേണ്ടേ? പൈസ ഇല്ലേ? പൈസ അങ്ങോട്ട് കൊടുത്തിരിക്കുകയല്ലേ നമ്മൾ കമ്പ്യൂട്ടറിന്. അല്ല അതിപ്പോ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല അമ്മ. അതെന്ത്? അല്ല അത് അവര് വിളിച്ചപ്പോഴേ അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? നീ അങ്ങോട്ട് ചെന്ന് തിരക്ക്. തിരക്കാൻ അത് നമ്മളില് ഇതുവഴിയല്ലേ, അത് ആ പൈസ പോയ ലക്ഷണോ. എത്ര പൈസ പോയി? മൊത്തം പോയി. അയ്യോ